ഹലോ ചങ്കളെ, ഒരു വെറൈറ്റി ഫുഡ് ഐറ്റം ട്രൈ ചെയ്യാൻ പോയല്ലോ. അപ്പൊ സമയം കളയണ്ട, പെട്ടെന്ന് പോകുന്നുള്ളൂ. ഞാനിപ്പോ നിൽക്കുന്നത് സ്ലൂ കഫേയിലാണ്. നമ്മളിങ്ങനെ സ്പോട്ടിലെത്തിയപ്പോൾ ഏകദേശം 5 മണി ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ട്രൈ ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു ഐറ്റം അപ്പോഴും റെഡി ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ എന്തായാലും ഇവിടുത്തെ മറ്റുള്ള ഐറ്റംസ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. നമ്മുടെ സ്ലൂ കഫേയിൽ നോർമൽ കഫേയിലുള്ള എല്ലാ ഐറ്റംസും ഉണ്ട്. ടീ, കോഫി, ജ്യൂസ്, ഷേക്ക്, അവിൽ മിൽക്ക്, പിന്നെ സ്പെഷ്യൽ ആയിട്ട് നല്ല നാടൻ സ്നാക്സും ഉണ്ട് ഈവനിങ്ങിൽ. പിന്നെ ഇവിടുത്തെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മോമോസ് ആണ്. അതൊരു 5ഓളം വെറൈറ്റി മോമോസ് ഉണ്ട് ഇവിടെ. പിന്നെ ബ്രോസ്റ്റും, ബർഗേഴ്സും, ലോഡർ ഫ്രൈസും, പിന്നെ നാച്ചോസും അവൈലബിൾ ആണ്. നമ്മളെന്തായാലും ഇവിടുത്തെ ചായയും അവിൽ മിൽക്കും ഒന്ന് ട്രൈ ചെയ്തു. അതിൻ്റെ കൂടെ നല്ല മസാല മിക്സ് ചെയ്ത കാടമുട്ടയും ട്രൈ ആക്കി. അങ്ങനെ ടൈം 7:30 കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐറ്റം നമ്മുടെ ടേബിളിലെത്തി. ബീഫ് ബ്രിസ്ക്കറ്റ് ആണ് നമ്മൾ ഇന്ന് ട്രൈ ചെയ്യാൻ പോകുന്ന ഐറ്റം. ഈ കാണുന്ന ഈ ഒരു ബ്ലാക്ക് ബോയിലർ ഉണ്ടല്ലോ, ഈ ഒരു മെഷീനിലാണ് നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് ഉണ്ടാക്കുന്നത്. ഈ ഒരു മെഷീനിൽ സ്ലോ കുക്കിംഗ് ചെയ്തിട്ടാണ് നമ്മുടെ ബീഫ് സ്ലൈസസ് ഒക്കെ വേവിക്കുന്നത്. നമ്മുടെ ടേബിളിലിരിക്കുന്ന ബീഫ് സ്ലൈസ് ഒരുപാടൊന്നുമില്ല, ഒരു 150 ഗ്രാം വരും. അപ്പൊ നമ്മുടെ ഈ ഒരു ബീഫ് സ്ലൈസസിന് കൂടെ ബ്രെഡ് പീസും, സലാഡും, വെജ് മിക്സും, പിക്കിൾസും, കൂടാതെ ഫ്രൈസും എല്ലാം കൂടി കൂട്ടിയിട്ട് ഒരു പിടി ഒരു മൊജിറ്റോയാണ് ട്രൈ ചെയ്തു. സംഭവം സെറ്റ്. നമ്മുടെ ബീഫ് ബ്രിസ്ക്കറ്റ് ഒരു പുതിയ ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. എന്തായാലും പുതിയ ഐറ്റംസ് ഒക്കെ പരീക്ഷിക്കുന്ന ചങ്ങൾക്ക് ഈ ഒരു ബീഫ് ബ്രിസ്ക്കറ്റ് ട്രൈ ചെയ്യാം. അപ്പൊ നമ്മുടെ സ്ലൂ കഫേയുടെ സ്പോട്ട് വരുന്നത് പാറപ്പുറത്താണ്. നമ്മുടെ കുറ്റിപ്പുറത്ത് നിന്നും നടക്കാവിലെത്തി ഏകദേശം ഒരു 10 മിനിറ്റ് ട്രാവൽ ചെയ്താൽ നമ്മുടെ ഈ സ്പോട്ടിൽ എത്തിച്ചേരാം. അപ്പൊ ഞങ്ങളെ അടുത്ത ഈവനിങ് നമ്മുടെ സ്ലൂ കഫേയിലായിക്കോട്ടെ.